തെറുത്താത്തയാ ഉദ്ദേശിച്ചിരിക്കുന്നത്, തെറുത്താത്ത. എന്റെ പൊന്നോ, എന്തായാലും രേണുസുതി എയർപോർട്ടിലോട്ട് വന്നിരിക്കുകയാണ്. രാവിലെ തന്നെ പുള്ളിക്കാരി ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ടായിരുന്നു ഇന്ന് ഞാനും എയർപോർട്ടിൽ പോകേണ്ടായിരുന്നു എൻ്റെ കസിനെ വിടാൻ വേണ്ടി. അയ്യോ, അവിടെ ചെന്നായിരുന്നെങ്കിൽ എന്താ അവസ്ഥയാണ്. ഞാനായിരുന്നു പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്തത്. എനിക്ക് പിന്നെ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് പോവാനും പറ്റിയില്ല. അല്ലെങ്കിൽ അവിടെ വെച്ചൊന്ന് കാണാമായിരുന്നു. ഓക്കെ, ഇപ്പം എന്താ പറയണ്ട, കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഡാനി കാശ് മേടിച്ചിട്ടൊക്കെയാണ് ഈ രേണുസുതിക്ക് എന്തോന്നാടെ നീയൊക്കെ ഇങ്ങനെ പറയുന്നത്. എൻ്റെ കൂട്ടുകാരനാണ് അതില്. ഞാനും ഒരു സ്ഥിരം ഈ പറയുന്ന കോട്ടയം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടന്നതാ. ആ വ്യക്തികളായ ഞങ്ങൾ രണ്ടുപേരും ഈ പറയുന്ന രേണുസുതിയെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പോട്ടെ, അവനെന്തെല്ലാം എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കാശ് മേടിച്ചിട്ടോ? നിങ്ങൾ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കുറേ എണ്ണം വന്ന് കമന്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഒരു നാണവും മാനവും ഇല്ലാതെ. കഥ അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു വിഷയത്തിൽ തെറുത്താത്ത ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അവര് കീഴിക്കൂടെ ഞങ്ങൾക്കിട്ട് കുറെ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 വെള്ളത്തിൽ കളിക്കുന്ന പരിപാടിയില്ലേ, 2 വെള്ളത്തിൽ. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും ഞങ്ങൾക്കെതിരെ ഒന്ന് ഇടട്ടെ, അപ്പൊ സാധനങ്ങളും അങ്ങോട്ട് ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. പിന്നെ കൂടെ നിന്നിട്ട് ഉണ്ടാക്കുന്ന ചില ആൾക്കാരുണ്ട്. കൂടെ നിന്നിട്ട് ഒന്നും അറിയാതെ അവിടെ ഇവിടെ ഡബിളും ട്രിപ്പിളും സ്റ്റാൻഡൊക്കെ കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മൾ മണ്ടന്മാരും പൊട്ടന്മാരും ഒന്നും അല്ല. ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായി കാണും. കാണുന്നവർക്ക് അത് മനസ്സിലായി കാണും. മണ്ടന്മാരോ പൊട്ടന്മാരോ അല്ല ഞാൻ. പിന്നെ ഇവരെ എനിക്ക് ഇഷ്ടമല്ല. ആര്? തെറുത്താതെ ഉള്ള ആരും തുറന്നു പറയല്ല. എനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാന്ന് വെച്ചാൽ കണ്ടുകൂടാ. ഞാൻ ഉള്ളത് തുറന്നു പറയാം. അതുപോലെ തന്നെ ഏറ്റവും വെറുപ്പാണ് അതുൽ. അവനും പറയുന്നത് ഇപ്പൊ ഒന്നും മിണ്ടണ്ട, വല്ലം പറയുവാണെങ്കിൽ അങ്ങ് കാച്ചിയേക്കാന്ന് പറഞ്ഞു. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയല്ല. ഇവര് സ്ത്രീകൾക്ക് വേണ്ടി എന്തോ ഉണ്ടാക്കി തരുവാന്നൊക്കെ പറയും. ഇവരുടെ കൂടെ ആരൊക്കെ വിശ്വസിച്ച് നിന്നിട്ടുണ്ടോ അവരെല്ലാം ഇവർക്കെതിരായിട്ടുണ്ട്. നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ബലിയാടാക്കുന്ന ഒരു വ്യക്തി. നമുക്ക് അനുഭവം ഉണ്ട്, അത് വേറെ കാര്യങ്ങൾ. നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇവിടെ സംസാരിക്കുന്നൊന്നുമില്ല. കൂടുതലൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല. ഓക്കെ, പിന്നെ കുറെ എണ്ണം പറയുന്നുണ്ട് നീ രേണുവിന് സപ്പോർട്ടാണോ, അതാണോ ഇതാണോ മറ്റാണോ പറഞ്ഞാൽ എനിക്ക് ഇവളെയും കണ്ടെടുത്താൽ കണ്ടുകൂടാ, അവളെയും കണ്ടെടുത്താൽ കണ്ടേ, ഇവിടെ മോനെ സുധി എന്ന് പറയുന്നവന്റെ മോനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഉള്ളാരും പറയല്ലോ. എനിക്ക് അവനോട് സിമ്പതി തോന്നിയായിരുന്നു ആ ഒരു ലൈഫ് സ്റ്റോറി കണ്ടതിന് ശേഷം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ചില കാര്യങ്ങളൊക്കെ അറിയുമ്പോഴും എനിക്ക് വെളുപ്പിക്കാൻ അറിയില്ല. എല്ലാവരും വന്നിട്ട് പറയുന്നുണ്ട് അവന്റെ ചെറുപ്രായത്തിൽ പറ്റിയതായിരിക്കാം, അങ്ങനെ ആയിരിക്കാം, മറ്റേതായിരിക്കാം, മരച്ചതായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരുമാതിരി വന്നിട്ട് മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചിരിക്കുന്ന പോലെ. ഓക്കെ, ഇനിയിപ്പോൾ അവന് നന്നാവാൻ ഉദ്ദേശിക്കുക, അവൻ നന്നാകട്ടെ. നമ്മൾ അവസരം കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? എല്ലാവരും പറയുന്നുണ്ട് ഡാനി. എനിക്ക് പേഴ്സണലി എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടാണെങ്കിൽ പറയുകയും ചെയ്തു, ചിലപ്പോൾ അവൻ്റെ പലതും അവൻ്റെ തെറ്റ് ലൈഫിൽ ഉണ്ടായി കാണും. ഇപ്പോൾ അവന് തിരുത്താനൊരു അവസരം കൊടുക്കണ്ട. അങ്ങനെയല്ല സത്യം പറഞ്ഞ് ചെയ്യണ്ടേ. അപ്പോൾ നിന്റെ വീഡിയോയിൽ നീ അത് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ശരിയാണ്, നമ്മൾ ആലോചിക്കുമ്പോൾ അത് ശരിയാണ്. ഇനി അവൻ നല്ല രീതിയിൽ ജീവിക്കട്ടെ. നമ്മളായിട്ട് അവനെ മോശമായിട്ടൊന്നും സംസാരിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെൻ്റെ മനസ്സിൽ തന്നെ അടപ്പമുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ അത് പലവട്ടം പറയുന്നുണ്ട്. ആ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് ഒരിക്കലും ഞാൻ പുറക്കത്തില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ വീഡിയോയിലാണെങ്കിലും അതുലിൻ്റെ വീഡിയോയിലാണെങ്കിലും അവനും പറയുന്ന ഒരു കാര്യം അത് പറഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഞാനൊന്നും ഇപ്പോൾ ഒന്നും വിഴുങ്ങുന്നില്ല. എന്തായാലും എയർപോർട്ടിൽ രേണുസുതി വന്നിട്ടുണ്ട്. രേണുസുതിയുടെ ഒരു ഇൻട്രോ മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് അവിടെ ചേച്ചി ഒക്കെ സംസാരിക്കുന്നതൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. എനിക്ക് ഇവളെ വെളുപ്പിച്ച് അല്ലെങ്കിൽ അതേ നിന്ന് നക്കാപ്പിച്ച മേടിക്കേണ്ട സ്വഭാവം എനിക്കില്ല. പറഞ്ഞ മനസ്സിലായോ? അതിൻ്റെ ഒരാവശ്യവും ഇല്ല. നിങ്ങൾ അത്ര ചിന്തിച്ചാൽ മതി. ഇല്ല, എനിക്കൊക്കെ വിലയിടാൻ രേണുസുതി വളർന്നിട്ടുണ്ടോ? അതാ ഞാൻ ആലോചിക്കുന്നേ. ഉണ്ടോ? അല്ല, ഇന്നലെ ഒരാൾ എന്തുവാ ഇന്നലെ ഒരാൾ കമന്റ് ബോക്സിൽ ഇട്ട്, എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഡാനി കാശ് മേടിച്ചു കാണും. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അവളെക്കാളും ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കെന്തിനാ ഇവിടെയൊക്കെ കഴിയുന്നു? അല്ലെങ്കിൽ നീയൊക്കെ ഒന്ന് പ്രൂവ് ചെയ്യിക്കാരെങ്കിലും. ഇനി നമുക്ക് രേണുവിന്റെ ചേച്ചി രമ്യ പറയുന്ന ഇന്നത്തെ എയർപോർട്ടിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ക്ലിപ്പ് മാറി നടത്തം മാത്രമേ ഉള്ളൂ തോന്നുമല്ലോ. ഞാൻ എൻ്റെ എമ്മി ചേച്ചി ഭയങ്കര കൂട്ടും കാര്യങ്ങളാട്ടോ. എൻ്റെ പേര് കേസൊക്കെ കൊടുത്ത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു 3-4 മിനിറ്റോളം കേസൊക്കെ ഒത്തുറപ്പാക്കി. അതിനുശേഷം എന്താ പറയണ്ടേ, അവരെ വിമർശിക്കരുത്,
അങ്ങനൊന്നും ചെയ്യുകയൊക്കെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ ഒപ്പിട്ടിട്ടാണ് വരുമൊക്കെ ചെയ്തത്. ഇത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനൊന്നും അല്ല ഈ വീഡിയോ വെക്കുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ എത്തിക്കാൻ വേണ്ടി മാത്രം വെക്കുന്നതാണ്. അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. കാരണം മകനെ പോലെ ചേർത്ത് പിടിച്ച സൂചൻ അവൻ അവിടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തൊട്ട് അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇവർ പറയുന്നവർക്ക് എന്തും പറയാം. അവൻ എന്തുകൊണ്ട് അങ്ങനെ മാറിയെന്നവൻ എന്നെ അത് പറഞ്ഞല്ലോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ സത്യമല്ല. അതെന്താ ചേച്ചി വീഡിയോ ഒന്നും കാണാറില്ലയോ? 10-33 മിനിറ്റ് വീഡിയോ ഉണ്ടല്ലോ, ലൈവ് സ്റ്റോറി ഇരുന്ന് കാണണ്ടല്ലായിരുന്നു അതൊക്കെ? അപ്പം മനസ്സിലാവുമായിരുന്നു. ചേട്ടൻ മരിച്ച് തലയ്ക്ക് മേലെ നിൽക്കുക. പിന്നെ ഞങ്ങൾക്കും നമ്മളെ അറിയാവുന്ന എല്ലാവർക്കും സത്യങ്ങൾ അറിയാം. അതെപ്പോഴേലും കാലം തെളിയിക്കത്തില്ല. നമുക്ക് അതിനെക്കുറിച്ച് വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. സത്യം എന്നാണെങ്കിലും പുറത്തു വരും. ഇത് തന്നെ 1.5 വർഷം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതെങ്കിലും കാലത്ത് വരുമോ? വന്നാ വന്ന് അല്ലേ? ഇനി അടുത്ത വീഡിയോ കേട്ടോ. കാര്യമാണ് സുധിച്ചേട്ടന്റെ ചെലവിലാണ് കുടുംബം മൊത്തം ജീവിച്ചെന്നൊക്കെ അതൊക്കെ ശരിയാണ്. അത് കിച്ചു അത്രയൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സഹോദരങ്ങളാണ്. ഇപ്പൊ ഞങ്ങൾ സുധിച്ചേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, സുധിച്ചേട്ടൻ തിരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ സഹോദരങ്ങൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കടമയായിട്ട് തന്നെ കാണുന്ന ആളാണ് ഞാൻ. അല്ലാതെ കടപ്പാടായിട്ടോ ബാധ്യതയായിട്ടോ കാണുന്നവരാണ് അതേക്കുറിച്ച് കുറ്റമായിട്ട് പറഞ്ഞു നടക്കുന്നത്. സുധിച്ചേട്ടൻ മരിച്ച ദിവസം ആൾക്കാരെ പറയുന്നുണ്ട്, ആൾക്കാരല്ല പല വ്ളോഗേഴ്സ് പറയുന്നുണ്ട്, അല്ല കിച്ചു തന്നെ പറഞ്ഞു സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി എന്നിട്ട്. അതെന്തായിരുന്നു കിച്ചു പറഞ്ഞത്? എന്താന്ന് വെച്ചാൽ അവിടെ അച്ഛൻ മരിച്ചു, അവര് എന്താ പറയുക രമ്യയുടെ ഹസ്ബൻഡും പിന്നെ വേറെ 2 പേരും ഉണ്ടായിരുന്നു. അപ്പം ഇവൻ ഇങ്ങനെ കിളി പോയിരിക്കുന്ന സമയത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് രേണു സുധിയുടെ നെഞ്ചത്തോട്ട് വീണിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം. അത് ഞാൻ ഒന്ന് തിരുത്തി കറക്റ്റായിട്ടൊന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ എനിക്ക് വന്ന പൊങ്കാല. നമ്മളുള്ള കാര്യം ഉള്ള പോലെ പറയണ്ടേ? എല്ലാം കൂടെ രേണുവിൻ്റെ തലയിൽ വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയാം, ഈ ഒരു വിഷയത്തിൽ രേണുവിന് ഇത്രയും ഹേറ്റ് ഉണ്ട്. അത് നമുക്കും അറിയാം. എങ്ങനെയായാലും 99.9% ഹേറ്റുള്ള രേണു സുധിയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഇല്ലാത്ത കാര്യം കൂടെ അതിൻ്റെ നെഞ്ചത്തോട്ട് വെച്ച് കൊടുത്ത ഒരു സംഭവമാണ് സത്യത്തിൽ ഞാനത് ക്ലിയർ ചെയ്തത്. അവിടെയാണ് ഞാൻ കാശ് മേടിച്ചെന്നും പറഞ്ഞിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോലും എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ കുറേ ആൾക്കാർ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വട്ട്. അല്ലാതെ ഞാനിപ്പോൾ എന്തോ പറയാനാ. ഇതൊക്കെ വെച്ച് മുതലാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, മുതലാക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നവരെ എല്ലാവരെയും തെറി വിളിക്കാം, രേണുവിനെ വിളിക്കാം, കിച്ചുവിനെ വാഴ്ത്തിപ്പാടാം. ഈ വാഴ്ത്തിപ്പാടിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കാണാൻ ഒരുപാട് ആൾക്കാർ വരും, എനിക്ക് ഒരുപാട് പൈസ കിട്ടും. പക്ഷേ എന്തോ ചില കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നല്ലത് പറയാൻ തോന്നില്ല. പറഞ്ഞു മനസ്സിലായോ? ആ വ്യക്തിയെക്കുറിച്ച് നല്ലത് പറയാൻ തോന്നത്തില്ല. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. നിങ്ങളിത് കാണുന്ന പ്രേക്ഷകരാണ്, നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇതിൻ്റെ ഇടയല്ല ഞാൻ ആരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ യൂട്യൂബേഴ്സിനോട് സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. ആരൊക്കെ നമ്മളെക്കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ റെക്കോർഡുകൾ കേൾക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. ഞാനിതെല്ലാം ഒരു ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ നിങ്ങളുടെ എന്താ പറയുക, ഞാൻ സത്യം പറയാൻ മണിച്ചിത്രത്താഴിനകത്ത് മോഹൻലാല കാരണം എല്ലാം അറിഞ്ഞുകൊണ്ട് സ്റ്റെപ്പേ കൂടി ഇങ്ങനെ ഇറങ്ങിയ തിലകൻ്റെ അടുത്തോട്ട് വരത്തില്ലേ? എൻ്റെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനാണ് അതുല്. അവനോട് പോലും ഞാൻ 30% മാത്രം കുറച്ച് കാര്യങ്ങളെ ഞാൻ അവനോട് പറഞ്ഞിട്ട്, എന്നിട്ട് അവൻ തുള്ളി നിൽക്കുക. ബാക്കി ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ്റെ വീഡിയോയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് അത് കയറ്റിക്കൊണ്ടിരിക്കും. അവൻ ആ ഫ്ലോയിൽ തന്നെ അങ്ങ് പോട്ടെ എന്ന് കരുതി. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. വെച്ച് നീട്ടി തന്നാലാ പലവരും പല മുഖങ്ങളും പിന്നെ നമുക്ക് അറിയാവുന്നവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. മരിച്ചെന്ന് അറിയുന്നന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ അധികം ആരും പോയിട്ടില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് പോയത് പപ്പ അന്ന് ഹോസ്പിറ്റലായിരുന്നു, സർജറി കഴിഞ്ഞാൽ രാവിലെ കൊണ്ടുവന്നത്. എൻ്റെ ഹസ്ബൻഡ് ലിബു, പിന്നെ ഞങ്ങളുടെ തന്നെ കസിൻ ഒരു ബിബിൻ, ഷിബു എന്ന് പറഞ്ഞൊരു, അതും ഞങ്ങളുടെ ഒരു ബന്ധുവാണ്. അപ്പം അവർ 3 പേരുമാണ്. പിന്നെ കിച്ചു, ഇവർ 3 പേരുമാണ് കാറിലുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ളത് മൊത്തം അവരുടെ പള്ളിക്കാരാണ്. അപ്പോൾ പള്ളിക്കാർ അവരുടെ വണ്ടി നിർത്തിയിട്ട് അവരുടെ തിരുമേനി, ബിഷപ്പ് അവരെല്ലാം ഉണ്ടായിരുന്നു, അച്ഛന്മാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർ ഫുഡ് കഴിക്കാതെ എങ്ങാണ്ട് എന്തോ പ്രോഗ്രാമിന് പോയിട്ട് വന്നു. അവരും അത്രയും പേര് ഫുഡ് കഴിച്ചു.
കഴിച്ച് ഹോട്ടലിൽ കയറി എൻ്റെ ഹസ്ബൻഡും ബിബിൻ, ഷിബു പാപ്പി, കിച്ചു ഇത്രയും പേര് ഒരു വെള്ളം പോലും കുടിക്കാതെ ആ വണ്ടിക്കകത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അതാ കിച്ചുവും സംസാരിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ. പിന്നീട് എൻ്റെ താഴെ വന്ന് കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പയ്യനെ. ഓക്കെ, അപ്പൊ കഥാനായിക രേണു സുധിയുടെ എൻട്രിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബാ 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 രേണു ചേച്ചി ബാ. എപ്പടി ഇരുന്ന രേണു ഇപ്പടി ആയിട്ടേ ഓരോ മനുഷ്യന്റെ ഒക്കെ ഓരോ തലവരെ. എടാ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പോലും ഇതുപോലെ സ്വീകരണം കിട്ടുമോ ഞാൻ അറിയാൻ പറ്റും ചോദിക്കുക. സഞ്ജു സാംസൺ ഇവിടെ വേൾഡ് കപ്പ് നേടിയിട്ട് വന്നിട്ട് ഇവിടെ ആരെങ്കിലും കണ്ടോ നേരെ ചോനെ? പക്ഷെ രേണു സുധി മോനെ ഹായ് പറ ചേച്ചി. എന്തോ വിളിക്കാതെ ഇപ്പൊ സ്റ്റൈലൊക്കെ മാറിയില്ലേ? ഓ ഒരു മിനിറ്റ് ഒന്ന് ചേച്ചിയുടെ മുഖം കാണിക്കട്ടെ. ഇനി പറ ചേച്ചി. ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. തെറിത്താത്ത പറഞ്ഞു ഒരിത് എന്തുവാ അവക്കെന്തോ ഈ ദുബായിലോട്ട് പോകുന്ന എന്തോ കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനുള്ളൊരു ബുദ്ധിയും കാര്യങ്ങളൊന്നും ഇല്ല. അത്രയും ചിന്തിച്ചാൽ മതി. അതിനുള്ളൊരു തല ഒന്നും ഇല്ല അവർക്ക്. അവർ വെറും എന്താ പറയാ, ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്ന അറിയാമല്ലോ. ഇതിൽ കൂടുതലൊരു അധപതനമില്ല. അമ്മച്ചിക്ക് വിളി കിട്ടും. നിങ്ങൾ വിചാരിക്കും ഡാനി സപ്പോർട്ടാണ്. ഒരിക്കലും അല്ല. എനിക്ക് ഇവിടെയും കണ്ടെടുത്താൽ കണ്ടുകൂടാ, അവളെ ഒട്ടും കണ്ടെടുത്താൽ കണ്ടുകൂടാ. അവരെ ഒട്ടും ഇതിൻ്റെ ഒരു എന്താ പറയാ, അതുപോലുള്ള ദ്രോഹങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്നാലും എങ്ങനെ തോന്നി ആ സ്ത്രീക്ക് എന്നോടും അതിനോടും അത് ചെയ്യാനാ? ഒന്ന് പോലീസ് സ്റ്റേഷനിലെ കേസ് കേട്ട്, ഓക്കെ, പിന്നെ വേറൊരു കേസ് കേട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അയ്യോ, ഇതിൽ കൂടുതലൊരു അധപ്പതനമുണ്ടോ? ഇതിൽ കൂടുതലൊരു അധപ്പതനം അവർക്ക് ഒന്നുകൂടെ പറഞ്ഞ കടി കടി വിഴുങ്ങിയതാ. എനിക്ക് മനസ്സിലായി. കടി എന്താന്ന് ചോദിച്ചാൽ അവർക്ക് ദേഷ്യം. അവളെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. അവർക്ക് കാല് നേരെ നടക്കാൻ പോലും ഇല്ലാത്ത ഒരുത്തിയാന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് കാലും 3 or 4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾക്ക് വിധവയൊന്നുമല്ല. അവള് വിധവയാന്ന് പറഞ്ഞ ഇപ്പം 3 or 4 മാറി ഭർത്താക്കന്മാരൊക്കെ ഉള്ളതാണ്. എനിക്കറിയത്തില്ല അവർക്ക് എന്താ സോക്കടെന്ന് എനിക്കറിയത്തില്ല. അവിടെ തന്ത എനിക്ക് തോന്നുന്നു മുമ്പേ പറയാൻ വന്ന സാധനമാണെന്ന് തോന്നുന്നു. ആയിരിക്കും മറ്റേ ഇത് കൊണ്ടുവരുന്നത്. മാഫിയ പുള്ളി ഇത്ര വയലന്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിലേ നിന്നോട് പോലും ഇല്ലായിരുന്നല്ലോടാ ഇത്ര ദേഷ്യം. ആദ്യമായിട്ടൊരു ബഹുമാനം തോന്നി ഈ ഒരു കാര്യത്തില്. പൊട്ടിയ പെട്ടി, സുധിച്ചേട്ടന്റെ പെട്ടി, നല്ല പെട്ടി അവിടെ ഇട്ടിട്ട്, കാരണം രണ്ടും കൊണ്ടുവരാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. സുധിച്ചേട്ടന്റെ പെട്ടി ഓർമ്മയൊക്കെ ആയിട്ട് എനിക്കത് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് പൊട്ടിപ്പോയിട്ട് ഞാനത് കൊണ്ടു മറ്റേ പുതിയത് കളഞ്ഞിട്ട് പോയി. ഗിഫ്റ്റൊക്കെ തന്നതൊക്കെ അവിടെ പോയി. അതൊക്കെ ഞാൻ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. പാടില്ലായിരുന്നു. അവര് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് അബുദാബിയിലായിരുന്നു. പൈസ അടിച്ച കൊണ്ടുവരാൻ പറ്റും. അങ്ങനൊരു സിറ്റുവേഷൻ. അതായത് ട്രോളി ബാഗ് 2 ഒന്നേ പറ്റത്തുള്ളൂ. ഇത് ഹാൻഡ് ബാഗിൽ കൊണ്ടുവരാൻ പാടില്ല. അതായത് നമ്മുടെ ഫ്ലൈറ്റ് മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇത് സൈസ് കൂടുതലായിട്ട് ഒരു പറഞ്ഞ് പറ്റില്ല. ഇത് കളയാൻ പാടില്ല. എനിക്കിത് കളയാൻ മനസ്സ് വരുന്നില്ല. ചിന്തയുടെ ബാഗാണ്. ഞാൻ വലിയ എന്തുവാ പറഞ്ഞേ? ഇത് കളയാൻ പാടില്ല. എനിക്കിത് കളയാൻ മനസ്സ് വരുന്നില്ല. ചിന്തയുടെ ബാഗാണ്. ഓ, സുധിച്ചേട്ടന്റെ ബാഗായിട്ട് ഇവളെ കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടാണ്. സോറി, അദ്ദേഹം ഒന്നും പറയാനും യോഗ്യതയില്ലാതെ വേറെ കാര്യങ്ങൾ പേരും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ഈ കോപ്രായങ്ങൾ കാട്ടി കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ സബ്സ്ക്രിപ്ഷൻ, എൻ്റെ സുധിച്ചേട്ടനെ വിട്ട് ഞാൻ കളിക്കത്തില്ലെന്ന് പറയുകയും ചെയ്യും. സബ്സ്ക്രിപ്ഷനകത്ത് കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ അന്തസ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം കണക്കാ.
ഇത് പോടാ ഇവിടുന്ന്. നീ എന്തോ ചോദിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ണീര് വീണാൽ ഇവിടെ സുനാമി വരും, അത് ഉറപ്പാണ്. 1.5 വർഷം മുമ്പ് കാട്ടിക്കൂട്ടിയതൊക്കെ 1.5 വർഷം കൊണ്ട് നമ്മളിട്ട് ആട്ടുന്നു. എന്നിട്ടോ നമ്മുടെ തൊണ്ടയിലെ വെള്ളം പറ്റുന്നല്ലാതെ അവക്കൊരു കൂസിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോദിച്ച നീ മണ്ടനാവും. ഇവിടെ ഭയങ്കര വിവാദങ്ങൾ നടക്കുന്നുണ്ടേ. എല്ലാരും വിചാരിച്ച് രേണു കരഞ്ഞ് വിഷമിച്ച് വരുമെന്ന് എയർപോർട്ടിലേക്ക്. ഓരോരുത്തരുടെ ഓരോ മാറ്റങ്ങളെ. ഇനി ചേച്ചിയുടെ വേറെ കാറിനകത്തിരുന്നൊരു വീഡിയോ ഉണ്ട്, 2 എണ്ണം. അത്രയും പെട്ടെന്ന് ചെയ്യുക, റേറ്റ് കൂടുതലും എല്ലാവരും. റേറ്റ് കൂടുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രിപ്ഷൻ കാണുക എന്നാണ് രേണു ചേച്ചി ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയല്ലേ. സുധിച്ചേട്ടൻ കണ്ടത് നാട്ടുകാര് കാണുമ്പോൾ. വേണ്ട, നമ്മൾ ആ പാട്ടൊന്നും പാടുന്നത് ശരിയല്ല. എന്നാലും ആ ഒരു വ്യക്തിയോട് കൊടുക്കേണ്ട ഒരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇനി ചേച്ചിയുടെ പാദസ്വരത്തിന്റെ ഒരെണ്ണം കണ്ടായിരുന്നു. രേണു ഇങ്ങോട്ട് നോക്കൂ. പിന്നെ രേണുവിന്റെ പാദസരം, പുതിയ പാദസരവും കാലിന് ആരാധകര് വന്നതോടുകൂടിയാണോ പുതിയ പാദസരമൊക്കെ മേടിച്ച്? ചോദിച്ചവന്റെ അവസ്ഥ എടാ, നാണം കെട്ടവന്. ഇങ്ങനൊന്നും ചോദിക്കല്ലേ. ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷനൊക്കെ എല്ലാവരും പോയെന്ന് കാണണം. രേണുവിനെ വിശ്വസിച്ച് ഇഷ്ടപ്പെടുന്ന ചേച്ചിമാരൊക്കെ എന്തൊക്കെയാ കാട്ടുന്നത്. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെയ്തതന്നേ ഉള്ളൂ. നല്ല രസമുണ്ട്. എനിക്ക് ഇപ്പം ഇവിടെ ഒരു കോണ്ടന്റ് എന്ന ഒരു കളിത്തമാശയായിട്ട് ഇങ്ങനെ തോന്നി ഇങ്ങനെ പോവാണ്. കാരണം എൻ്റെ പൊന്നോ, വന്നിരിക്കുന്നത് രേണു സുധി, ഷഫീന ബീബി, കിച്ചു. പിന്നെ കിച്ചുവിൻ്റെ കാര്യത്തിൽ എല്ലാവരും എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടാ അവൻ്റെ ലൈഫിലൊക്കെ ഇപ്പം നിനക്കറിയാവുന്നൊരു സംഭവം, നിനക്ക് ചില കാര്യങ്ങൾ അറിയാമെന്ന് മനസ്സിലായിട്ടുണ്ട്, അതെന്തോ ആയിക്കോട്ടെ, അവൻ്റെ പേഴ്സണൽ എന്താ പറയണ്ടേ, ഇനി അവനൊരു ചാൻസ് കൊടുക്കും. നിങ്ങളെല്ലാവരും ചാൻസ് കൊടുത്ത് ചിലപ്പോൾ അവൻ നന്നായി നല്ല രീതിയിൽ ജീവിച്ചാലോ, ഇത് അവൻ്റെ പുതിയ ലൈഫാ, അങ്ങനെ കരുതിയാൽ മാത്രം മതി. ഇപ്പോൾ അവൻ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കിഞ്ചയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യത്തിലും എന്താ പറയണ്ടേ, വല്ല അറിയാമെങ്കിൽ നിങ്ങൾ അങ്ങ് വിട്ട് കളാം. ഇനി അവൻ എന്തെങ്കിലും സോഷ്യൽ മീഡിയ വന്നിട്ട് വല്ലതും കാട്ടിക്കൂട്ടുവാണെങ്കിൽ, അല്ല വല്ല പണി വെക്കുവാണെങ്കിൽ നിങ്ങൾ പൊതി എന്നാൽ പിന്നെ ആയിക്കോട്ടെ. പിന്നെ ഷഫീനോട് പൊറുക്കില്ല. അതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഭയങ്കര മോശമാണ് ഇത്. എന്താ പറയണ്ട, തനിക്കെല്ലാം ആവാം, താൻ ഇവിടുത്തെ എന്താ രാജ്യം ഒരിക്കലും ഇല്ല. ഞാനൊരു കാര്യം പറയാം, ഒരിക്കലും നിങ്ങൾ ഇവിടുത്തെ കൊത്ത ഭരിക്കത്തില്ല, അത് ഉറപ്പിച്ചു വെച്ചോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ഒന്ന് ചെയ്യുക. ഐ ലവ് യു ഓൾ ഗൈസ്.